സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ നേമം, അരുവിക്കര. നമുക്ക് നേമം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി, UDF സ്ഥാനാർത്ഥി കെ ശബരിനാഥ്, NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി 38.15% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ നേമം മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിൽ 1ാം സ്ഥാനം LDFനാണ്. NDA പ്രാദേശിക വികസനത്തിൽ 2ാം സ്ഥാനത്ത്. എന്നാൽ യുവജന പിന്തുണയുടെ കാര്യത്തിൽ NDA ആണ് 1ാം സ്ഥാനത്ത്, LDF 2ാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ LDF 1ാം സ്ഥാനത്തും NDA 2ാം സ്ഥാനത്തുമാണ്. നേതൃപാടവത്തിൽ NDAക്ക് 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ LDFന് 1ാം സ്ഥാനം ജനങ്ങൾ കൊടുത്തപ്പോൾ UDF ഈ ഘടകത്തിൽ 2ാം സ്ഥാനത്താണ്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും സമഗ്രമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്ക് വേണ്ടി അപഗ്രഥിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം സെമിയോട്ടിക്ക AI പ്രവചനം. ആരാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം ജയിക്കുന്നത്? ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ 1ാം സ്ഥാനത്താണ്. നേരിയ ഭൂരിപക്ഷം 35.14% വോട്ടുകൾക്ക്. LDF സ്ഥാനാർത്ഥി 35.13% വോട്ടുകളുമായി തൊട്ടുപുറകിലുണ്ട്. UDF സ്ഥാനാർത്ഥി 29.73% വോട്ടുകളുമായി 3ാം സ്ഥാനത്ത്. ഇനി നമുക്ക് അരുവിക്കര മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി G സ്റ്റീഫൻ, UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, NDA സ്ഥാനാർത്ഥി വിവേക് ഗോപൻ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ G സ്റ്റീഫൻ 46% വോട്ട് വീതം നേടി LDF മുന്നണിയെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് അരുവിക്കര. വോട്ടർമാരുടെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുമുള്ള വിലയിരുത്തൽ എങ്ങനെയെന്ന് നോക്കാം. പ്രധാനമായിട്ട് അവരുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് 1ാം സ്ഥാനം UDFനാണ്, 2ാം സ്ഥാനം LDFനും. യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയും നേതൃപാടവത്തിനും LDFനാണ് 1ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. UDF ഈ ഘടകങ്ങളിൽ 2ാം സ്ഥാനത്താണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിന് UDF മുൻപന്തിയിലാണ്, LDF 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥിയുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ സെമിയോട്ടിക്ക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് സമഗ്രമായി അപഗ്രഥിക്കുകയാണ്. ഇതിനെ ആധാരമാക്കി അരുവിക്കര മണ്ഡലം ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. സെമിയോട്ടിക്ക AI പ്രവചിക്കുന്നത് G സ്റ്റീഫൻ LDF സ്ഥാനാർത്ഥി 44.5% വോട്ട് വീതം നേടി ഈ മണ്ഡലം നേടുമെന്നുള്ളതാണ്. UDF സ്ഥാനാർത്ഥിക്ക് 37%, NDA സ്ഥാനാർത്ഥിക്ക് 18% വോട്ട് വീതം സെമിയോട്ടിക്ക AI പ്രവചിക്കുകയാണ്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.